ഹായ്. അങ്ങനെ മറ്റൊരു വ്യാഴം വെള്ളി ദിവസം വന്നെത്തിയിരിക്കുകയാണ്. ജൂലൈ മാസം 10, 11 തീയതികളിൽ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകൾ ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇന്ന് 10-ാം തീയതിയാണ്. 10-ാം തീയതി ഓൾറെഡി സിനിമകൾ റിലീസ് ചെയ്തു. 10ഉം 11ഉം ഇന്ന് റിലീസ് ചെയ്തതും നാളെ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ള സിനിമകൾ ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏതൊക്കെ സിനിമകളാണെന്ന് നോക്കാം നമുക്ക്. അതിലൊന്നാമത്തെ സിനിമ എന്നുള്ളത് ആക്ഷൻ, അഡ്വഞ്ചർ, ഫാൻറ്റസി, സയൻസ് ഫിക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. സൂപ്പർമാൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് ഈ ഒരു സിനിമ ജൂലൈ മാസം 11-ാം തീയതി ആണ് തിയേറ്റർ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് ഈ സിനിമ റിലീസ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ സിനിമ എന്നുള്ളത് ഒരു ഹിന്ദി മൂവിയാണ്. ആങ്കോങ് കി ഗുസ്താക്കിയ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നമ്മുടെ വിക്രാന്ത് മാസിയും ശരണ്യ കപൂറും ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമ ഡ്രാമ റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ഈ സിനിമ ജൂലൈ മാസം 11-ാം തീയതിയാണ് തിയേറ്റർ റിലീസിന് തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു ഹിന്ദി മൂവി തന്നെയാണ്. ഒരു ആക്ഷൻ, ക്രൈം, ഡ്രാമ, പീരിയോഡിക് വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് മാലിക് എന്ന് പറഞ്ഞ സിനിമ. രാജ്കുമാർ റാവു പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമ. രാജ്കുമാർ റാവു അതുപോലെ തന്നെ മാനുഷി ചില്ലറാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ജൂലൈ മാസം 11-ാം തീയതിയാണ് ഈ സിനിമയെ തിയേറ്റർ റിലീസിന് തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്ത ഒരു തമിഴ് സിനിമയാണ്. ഒരു ആക്ഷൻ, ഹിസ്റ്റോറിക്കൽ, ഡ്രാമ, ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് ഫ്രീഡം എന്ന് പറഞ്ഞ സിനിമ. എം ശശികുമാറും ലിജോമോൾ ജോസ്, മാളവിക അവിനാശ് എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഈ ഒരു സിനിമ ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്ത് കഴിഞ്ഞു. ജൂലൈ മാസം 10-ാം തീയതി തിയേറ്റർ റിലീസ് ചെയ്തു. തമിഴ് ഭാഷയിലാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു തമിഴ് സിനിമയാണ് ഓഹോ എന്താൻ ബേബി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. രുദ്രയും വിഷ്ണു വിശാലും മിഥില പൽക്കാറും ഒക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഡ്രാമ റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഈ സിനിമ ജൂലൈ മാസം 11-ാം തീയതി നാളെയാണ് തിയേറ്റർ റിലീസ് ചെയ്ത് തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്ത സിനിമ ഒരു തമിഴ് സിനിമ തന്നെയാണ്. ദേശിംഗു രാജ 2 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. വിമല് പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ഒരു ആക്ഷൻ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഈ സിനിമയും ജൂലൈ മാസം 11-ാം തീയതിയാണ് തിയേറ്റർ റിലീസ് തയ്യാറെടുക്കുന്നത്. അടുത്തത് ഒരു മലയാള സിനിമയാണ്. ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാള സിനിമയാണ്. കോലാഹലം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സന്തോഷ് പുത്തനും അനുഷ അരവിന്ദാക്ഷനും വിഷ്ണു ബാലകൃഷ്ണനും ഒക്കെയാണ് സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഈ സിനിമ ജൂലൈ മാസം 11-ാം തീയതിയാണ് തിയേറ്റർ റിലീസ് തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്ത ഒരു മലയാള സിനിമയാണ്. എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമയായിരിക്കും ഈ ഒരു സിനിമ എന്നുള്ളത്. നമ്മുടെ ഷൈം ടോം ചാക്കോയും അതുപോലെ തന്നെ വിൻസി അലോഷ്യസും ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സൂത്രവാക്യം എന്ന് പറഞ്ഞ സിനിമയാണ്. ഡ്രാമ, മിസ്റ്ററി, ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ഈ സിനിമയുടെ വിൻസിയും അതുപോലെ തന്നെ നമ്മുടെ ഷൈൻ ടോം ചാക്കോ തമ്മിലുള്ള പ്രശ്നങ്ങളും വിവാദവും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞ കാര്യങ്ങളാണ്. അതിൽ പ്രൊമോഷൻ പരിപാടികൾക്കിടയിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സോറി പറഞ്ഞിട്ട് അതൊക്കെ എന്താ പറയുക പരിഹരിച്ചിട്ടുണ്ട് ഇപ്പോൾ. എന്തായാലും സൂത്രവാക്യം എന്ന് പറഞ്ഞ ഈ ഒരു ഡ്രാമ, മിസ്റ്ററി, ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമ നാളെ ജൂലൈ മാസം 11-ാം തീയതിയാണ് തിയേറ്റർ റിലീസ് തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സിനിമകൾ 8ഓളം സിനിമകളാണ് ഈ ആഴ്ച ജൂലൈ മാസം 10, 11 തീയതികളിൽ തിയേറ്റർ റിലീസ് തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകളാണ് നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാൻ ഉദ്ദേശിക്കുന്നതിനുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. കഴിഞ്ഞ ആഴ്ച തിയേറ്റർ റിലീസ് ചെയ്ത സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ അഭിപ്രായങ്ങൾ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്ത 2 സിനിമകളും മലയാളം 2 സിനിമകളും ധീരനും അതുപോലെ തന്നെ ജങ്കാർ എന്ന് പറഞ്ഞ സിനിമയും തിയേറ്ററിൽ പോയി കാണാൻ സാധിച്ചിട്ടില്ല. ചിലപ്പോൾ അടുത്ത ദിവസം ധീരൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും കണ്ടിട്ട് റിവ്യൂ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.